ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ ഗ്രേറ്റ് ഈഗിൾ ടെക് മാർക്കറ്റ് പ്രൊഫൈൽ ബിഫോർ ദ ബെൽ റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മാർക്കറ്റ് ഇന്നൊരു കയറ്റമൊക്കെ നിഫ്റ്റി തന്നിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ഒരു നല്ലൊരു മൂവ്മെന്റ് മുകളിലേക്ക് തന്ന് ഐ ബി എക്സ്റ്റൻഷനൊക്കെ തന്ന് ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു എക്സ്റ്റൻഷനൊക്കെ തന്ന് മുകളിലോട്ടൊക്കെ പോയി ആശാൻ താഴേക്ക് ഇറങ്ങി. നമ്മുടെ ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ 2-3 ടിക്ക് വന്നതിന് ശേഷം താഴേക്ക് ഇറങ്ങി പി ഒസിയുടെ ഭാഗത്ത് ക്ലോസ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് ഇന്ന് നമ്മുടെ പ്രൊഫൈല് വരുന്നത്. നമ്മുടെ പി ഒ സിയുടെ ഭാഗം അല്ലെങ്കിൽ 25/124ന്റെ ഭാഗത്തൊക്കെ തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റ് ക്ലോസ്. ചുരുക്കി പറഞ്ഞാൽ 22 പോയിന്റ് പ്ലസിലാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റി അവസാനിച്ചതും. ബാങ്ക് നിഫ്റ്റി ആ ഒരു സെല്ലിംഗ് പ്രഷർ മൺഡേയുടെ ഹൈയും മൺഡേയുടെ ലോയും പൊട്ടി താഴേക്ക് വന്ന് വീണ്ടും ഇന്നലത്തെ ലോ പൊട്ടി താഴേക്ക്. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സെല്ലിംഗ് പ്രഷറോട് കൂടിയാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എങ്ങോട്ട് പോകും, കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പ്രൊഫൈലിന്റെ സിംഗിൾ പ്രിന്റ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് ബാങ്ക് നിഫ്റ്റി കാണുന്നത്, പ്രൊവൈഡഡ് നാളെ തിരിച്ച് മാർക്കറ്റ്. ഇന്ന് വന്ന് നമ്മുടെ ന്യൂസ് പ്രകാരം നിങ്ങൾ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ എന്താണ് അമേരിക്ക മാർക്കറ്റിൽ നമ്മുടെ ഡേറ്റ വന്നു. ന്യൂസ് വന്നത് നമ്മുടെ അമേരിക്കയുടെ CPI ഡേറ്റ വന്നു, ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു. അപ്പോൾ ആ ഇൻഫ്ലേഷൻ ഡേറ്റ പ്രകാരം നിങ്ങൾ നോക്കുമ്പോൾ ഇന്നത്തെ ഡേറ്റയിൽ ആ ഡേറ്റ വ്യക്തമായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഇൻഫ്ലേഷൻ ഡേറ്റ അത്രയ്ക്ക് അങ്ങോട്ട് കൂടിയില്ല. 2.3% 2.5 പ്രതീക്ഷ സ്ഥാനത്ത് 2.4 വന്നിട്ടുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഡേറ്റ വലിയ കൂടുതലൊന്നും കാണുന്നില്ല. ആ ഒരു രീതി ഇപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു ചെറിയൊരു പോസിറ്റീവ് നെസ്സിലായിരിക്കും. നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറഞ്ഞ ഒരു കാര്യം, ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞ മാർക്കറ്റ് ഏകദേശം ഒരു ഫ്ലാറ്റ് ഒരു 10 പോയിന്റ് പ്ലസ് നിൽക്കുന്നു. അമേരിക്ക മാർക്കറ്റ് ഒക്കെ 47 പോയിന്റ് മൈനസിലും, ഡൗ ജോൺസ് അത് ഫ്ലാറ്റ് രീതിയിലൊക്കെയാണ് അമേരിക്ക മാർക്കറ്റ് ഒക്കെ ഇപ്പൊ പോക്കണം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഒരു ബ്രേക്കോ തന്നതിന് ശേഷം വീണ്ടും ഒരു കണ്ടിന്യൂസേഷൻ എന്താണ് വീണ്ടും ആ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വളരെയധികം ഡേഞ്ചറാണ്. ഈ ഒരു റേഞ്ച് പൊട്ടിയ ഒരു മാർക്കറ്റ് കയറി വീണ്ടും ഒരു റേഞ്ച് കയറി. നിഫ്റ്റി നോക്കിയാൽ നിഫ്റ്റി അതേപോലെ റേഞ്ച് കയറി റേഞ്ച് പൊട്ടി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ദൈവത്തെ ഓർത്ത് അവൻ ക്ലോസ് ചെയ്തത്. ആ ഒരു ക്ലോസ് ചെയ്തതിന് ശേഷം ഇപ്പം വീണ്ടും ആ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞത് വളരെ ഡേഞ്ചറസ് ആയ സൈനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ പ്രൊഫൈലിനെ ഒന്ന് മെർജ് ചെയ്യും. വേറെ ഒന്നും വേണ്ടില്ല ഞാൻ മെർജ് ചെയ്യണത്, എനിക്ക് പൊതുവെ ഉള്ള സിനാരി അറിയണം മാർക്കറ്റിൽ. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുക, റേഞ്ച് നിൽക്കുക. ചുരുക്കി പറഞ്ഞാൽ പി ഒ സി നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും. ഈ ഒരു പി ഒ സി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണ്ട. ഈ ഒരു പി ഒ സിയിൽ അവിടെ കൃത്യമായിട്ട് നിൽക്കണ്ട ബാങ്ക് മാർക്കറ്റ് 25,128 പി ഒ സി. ഒരു 25,126 ഭാഗത്തൊക്കെ തന്നെ വന്ന് കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർലി ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കണം. 25,205 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് റെഫറൻസ് ഉണ്ടല്ലോ. ആ ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ അവനെ കൊണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. അതേ സമയത്ത് ബാങ്ക് നിഫ്റ്റി നോക്കിയാലോ, ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് എന്നല്ല, ഇന്നലെയും ബേറിഷ് പൊട്ടി, ഇന്നും ബേറിഷ് പൊട്ടി, താഴേക്കുള്ള ഡൗൺവേർഡ് പാത്തിലോട്ടാണ് ബാങ്ക് നിഫ്റ്റി ചുരുക്കി പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ ഒരു എന്താണ് പറഞ്ഞാൽ എനിക്ക് ദയവേത് ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. എനിക്ക് കോഴ്സുകളൊന്നും ഞാൻ പഠിപ്പിക്കുന്നില്ല. ഞാൻ ആകപ്പാടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന സൺഡേയിലെ വെബിനാറിൽ ഞാൻ നിങ്ങളടുത്ത് പറയും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ 2 ടൈമുണ്ട്. മോർണിംഗിൽ 11:30 to 1 o'clock, ഈവനിങ് 3:30 to 5 o'clock, 2 ടൈമിൽ നിങ്ങൾക്ക് ഏത് സമയമാണ് സൂട്ടബിൾ ആ സമയത്ത് നിങ്ങൾ ചേരുക. അപ്പോൾ അതിൻ്റെ ഒരു ഗൂഗിൾ ഫോം ഞാൻ ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യും. ആ ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് വരികയാണെങ്കിൽ എന്താണ് ഞാൻ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസ്കഷൻ നമുക്ക് നടത്താം. അതിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളത് പറയാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് ആ ഒരു എടുക്കാം. പക്ഷേ എനിക്ക് മാക്സിമം കൂടിപ്പോയാൽ ഒരു 300-350 എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഏകദേശം വല്ല 300 പേര് കൂടുതലായി. നിങ്ങളിപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുമെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിങ്ങിൽ നമുക്ക് എടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ എനിക്ക് ആൻസർ തരാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നോക്കാം. നമുക്കവിടെ നിങ്ങൾ ചോദിക്കും, ഞാൻ ആൻസർ പറയാം. അപ്പോൾ ആ ഒരു രീതിക്ക് അപ്പോൾ അത് കൃത്യമായി ഓർത്തോളുക. അതിൻ്റെ ഗൂഗിൾ ഫോം ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ അത് കൃത്യമായി ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, നിങ്ങൾക്ക് പറ്റിയ സമയം ചൂസ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. നമുക്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പ്രത്യേകിച്ച് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ആ ഒരു റേഞ്ച് ഒരു ക്ഷീണം പോലെ, ഒരു റേഞ്ച് പൊട്ടി മുകളിലോട്ടും പോകുന്നില്ല, താഴേക്കും പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി എന്നെ സംബന്ധിച്ച് ബേറിഷ്
താഴേക്ക് തന്നെ വരണം. പ്രത്യേകിച്ച് പറഞ്ഞാൽ 56,225 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു തന്നെ ഞാൻ പറയാം. കാരണം താഴേക്ക് തന്നെ ഇറങ്ങി വരുന്നു. പക്ഷേ നമ്മുടെ മാർക്കറ്റ് നാളെ എക്സ്പയറി ആണ്, നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. അപ്പോൾ എക്സ്പയറി ഡേ ആയതുകൊണ്ട് മാർക്കറ്റ് എങ്ങനെ വേണോ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാർക്കറ്റിൽ അത് നമുക്ക് രീതിയിൽ പോസിറ്റീവായിട്ടും വരാം, അത് നെഗറ്റീവായിട്ടും വരാനുള്ള ചാൻസ് കാണുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി ഈ ലെവൽ വെച്ച് മാർക്ക് ചെയ്യുക. ആ ലെവൽ മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആക്ഷൻ 5 മിനിറ്റ്സ് ക്യാൻഡിൽ നിങ്ങൾ യൂസ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു അറിയിപ്പുണ്ട്. പലയിടത്തും 45,000 രൂപയ്ക്ക് 50,000 രൂപയ്ക്ക് ഓർഡർ ഫ്ലോയും മാർക്കറ്റ് പ്രൊഫൈലും പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ 5 ദിവസം നിങ്ങൾക്ക് ലൈവായിട്ട് ട്രേഡ് സെലപ്പെടുന്നു. ദയവായി നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൈസയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ 50,000 രൂപയ്ക്കും 45,000 രൂപയ്ക്കും പഠിക്കുന്ന കോഴ്സുകൾ അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുമോ എന്ന് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഒരു കോഴ്സും നിങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം വേറൊന്നുമല്ല, നിങ്ങളെ കണ്ണ് കെട്ടി ഒരു വീടിനകത്ത് ഇട്ടതിന് ശേഷം നിങ്ങളത് പറയണം എവിടെയെങ്കിലും പൊക്കോളാൻ പറഞ്ഞാൽ നിങ്ങൾ എവിടെ പോയിരിക്കും? ചെവരി പോയിരിക്കും. ആ അവസ്ഥയാണ്. മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ നിങ്ങൾ ഉപയോഗിച്ച് 2 മാസം കൊണ്ട് പഠിച്ച് 5 ദിവസം ലൈവ് ട്രേഡ് ചെയ്താൽ നിങ്ങൾ രാജാവാവുമെന്ന് പ്രതീക്ഷിക്കല്, പിച്ചക്കാരനായി പോകും. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ആ ഒരു കാര്യം കൂടി എല്ലാവരും ഓർത്തോളുക. നിങ്ങൾ സമയം കണ്ടെത്തി നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് യൂട്യൂബിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മാർക്കറ്റ് പ്രൊഫൈലിലെ ഓർഡർ ഫ്ലോയുടെ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് എല്ലാം യൂട്യൂബിൽ വരും. അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഞാൻ യൂട്യൂബ് വീഡിയോസ് ഇനിയും ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് 45,000 കൊടുത്ത് പഠിക്കാൻ പോകാതെ ആ പൈസ നിങ്ങളുടെ മക്കളുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലോ എവിടെയെങ്കിലും FD ഇടുക. അത് സമ്പത്ത് കാലത്ത് നിങ്ങളെ കൂടെ കാണും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പം നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ലെവൽസ് വെച്ചുള്ള കാര്യങ്ങളിലേക്ക് പോകും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ ബാങ്ക് നിഫ്റ്റി പ്യുവർലി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ അല്ലെങ്കിൽ ന്യൂട്രൽ ഡേ ആണ്. അവൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ താഴേക്കും ബ്രേക്ക് ചെയ്ത് മുകളിലേക്കും ബ്രേക്ക് ചെയ്ത് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സിന്റെ PUs നിൽക്കുന്ന 56,663 ഭാഗത്ത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിലെ POCക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. അവൻ താഴേക്ക് കുറച്ച് ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. 56,663 ഇന്നലത്തെ POCന്റെ ഭാഗത്തൊക്കെ തന്നെയാണ് ഇന്നത്തെ POCക്ക് വല്ല മാറ്റവും നോക്കുക നിങ്ങൾ. 56,675 ഭാഗത്താണ് POC. ഇപ്പം ഞാൻ POC ഒന്ന് മാറ്റി വെച്ചു. 56,675 നമ്മുടെ POC. ഞാൻ ആ POC ഒന്ന് മാർക്ക് വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ് ഒന്ന് ഞാൻ മാറ്റി. ഇന്നത്തെ 56,315 അല്ലെങ്കിൽ 56,315 താഴെ മാത്രമേ ഞാൻ സെല്ലുള്ളൂ. അപ്പോൾ എൻ്റെ ബെയറിഷ് റെഫറൻസ് എങ്ങോട്ട് മാറ്റി? ഈ ഒരു ലെവലിലേക്ക് മാറ്റി. ഏത് ലെവലിലേക്ക് മാറ്റി? 56,315 താഴെ മാത്രമേ നമുക്ക് സെല്ലിങ് ഇനി ഫ്രഷ് എടുക്കാൻ പാടുള്ളൂ. 56,315 താഴെ നിങ്ങൾക്ക് ഇനി വീണ്ടും സെല്ലിങ്ങിലേക്ക് പോകാം ബാങ്ക് നിഫ്റ്റിയിൽ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്താണ്? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 56,361 56,161 ഭാഗത്തേക്ക് പോകും. 56,161 ഫസ്റ്റ് ടാർഗറ്റും. അതിന് താഴെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 56,000 ഭാഗത്തേക്ക് 56,000 56,000 ഭാഗത്തേക്കും വരാം. ചുരുക്കി പറഞ്ഞാൽ 56,315 പൊട്ടുകയാണെങ്കിൽ വീണ്ടും ഒരു സെല്ലിംഗ് എടുത്ത് അത് 56,000 വരെ വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് കാര്യം? ഇനി നമുക്ക് നോക്കേണ്ടത് മുകൾ സൈഡിൽ എങ്ങോട്ടൊക്കെ പോകും. താഴേക്കുള്ള കാര്യങ്ങൾ നോക്കി ഇനി മുകളിൽ ഇപ്പോഴും ഞാൻ വിട്ടിട്ടില്ല. 56,800 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ബൈങ് കിടക്കും. ഇന്നത്തെ ഹൈക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 56,800 മുകളിൽ സ്പോട്ട് നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഫ്രഷ് ബൈക്ക് നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 56,951 ഫസ്റ്റ് ടാർഗറ്റ് 56,951 ഭാഗത്തേക്ക് വരാനും സെക്കൻഡ് ടാർഗറ്റ് എന്താണ് 57,180 57,181 ഭാഗത്തേക്കും വരാം. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ മാർക്കറ്റ് 56,300 പൊട്ടുകയാണെങ്കിൽ അവ എങ്ങോട്ട് പോകാം? മാർക്കറ്റ് 56,161 56,000 അവിടെ വരാനും തിരിച്ച് 56,800 പൊട്ടുകയാണെങ്കിൽ 56,951 57,181 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി കൂടുതലാണ്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ആശ നമ്മൾ നോക്കണമല്ലോ. നിഫ്റ്റി ആശ എങ്ങോട്ട് പോകണം നോക്കണം. നിഫ്റ്റി കഴിഞ്ഞ 3 ദിവസമായി ഞാൻ റേഞ്ച് കാണിച്ചു. ആ റേഞ്ചിനെ ഞാൻ ഒന്ന് മെർജ് ചെയ്തിട്ടുണ്ട്. കാരണം റേഞ്ച് നിൽക്കുന്നുണ്ട്. ഇന്ന് റേഞ്ചിൻ്റെ POC വന്ന് 25,128 POC. അപ്പോൾ ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്യണേ. 25,128 നമ്മുടെ POC നിഫ്റ്റിയിൽ. അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക.
ബുള്ളിഷ് റഫറൻസിന് ഇപ്പോഴും ഒരു മാറ്റവും 25,205 സ്പോട്ടിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബൈ. അത് ഫസ്റ്റ് ടാർഗറ്റ് 270, സെക്കൻഡ് ടാർഗറ്റ് 337. അത് ഇപ്പോഴും ഒരു മാറ്റമില്ല, കാരണം സ്പോട്ടിന് അധികം മാറ്റമൊന്നുമില്ല. സെല്ലിങ്ങിന് ഒരു മാറ്റമില്ല. 25,000 താഴെ നിൽക്കുകയാണെങ്കിൽ 24,928, 24,840 and 24,736. 24,736 ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള മാർക്കറ്റിന്റെ. 736 അല്ല, 24,851 പൊട്ടി അടുത്ത വരുന്ന 24,780. 24,780 സോ അത് ഞങ്ങൾ മാറ്റിയിരിക്കുക. 24,780 ആണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയുടെ ലെവൽസിന് ഒരു മാറ്റമില്ല, കാരണം POC ഒന്ന് കുറച്ച് മുകളിലോട്ട്. ഈ ബെയറിഷ് റെഫറൻസ് ഒരിക്കലും ഓർത്തോളൂ, 25,000 താഴെ മാത്രമേ പഠിക്കുകയുള്ളൂ. ഈ ബുള്ളിഷ് റെഫറൻസ് 25,205 മുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വ്യക്തമായി നിങ്ങൾ ഈ ലെവലൊന്ന് മാർക്ക് വയ്ക്കുക. സൗണ്ട് പലരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സൗണ്ട് ക്ലിയർ അല്ല, ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഞാനൊരു യൂട്യൂബർ അല്ലാത്ത രീതിയിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ മൈക്കൊക്കെ നോർമലായ രീതിയിലുള്ള മൈക്കൊക്കെയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അപ്പം പുതിയൊരു മൈക്ക് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആ മൈക്ക് വന്നതോടുകൂടി ആ സൗണ്ടിൻ്റെ ഇഷ്യൂ പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റും ചെയ്യുക. ടേക്ക് കെയർ, ബൈ ബൈ.